പ്രളയ ദുരന്തബാധിതർക്കായിട്ട് ഒരുങ്ങുന്ന ടൗൺഷിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ നേരിട്ട് പോയി കണ്ടറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത്. ഇതുപോലെ വിശാലമായിട്ടുള്ള മുറ്റം, ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം, നല്ല ഇൻ്റർലോക്ക് കിട്ട മുറ്റമാണ്. എന്നിട്ട് നേരെ സിറ്റ് ഔട്ടിൽ നിന്നും കയറി ചെല്ലുന്നത് അത് വിശാലമായിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള ഡൈനിങ് ഹാളിലേക്കാണ്. ഈ ഡൈനിങ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ലിവിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ഹാളിൽ തന്നെ ഈ ഒരു വാഷ് ബേസ്, കോമൺ ബാത്റൂമൊക്കെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കയറി ചെല്ലുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അങ്ങനെ ഓരോ സാധനവും ക്വാളിറ്റി സാധനങ്ങളും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാം അതവിടെ പോയി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. പിന്നെ കയറി ചെല്ലുന്നതാണ് വലിയൊരു അടുക്കളയിലേക്കാണ്. കബോർഡൊക്കെ വെച്ചിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ള അടുക്കള, എക്സോസ്റ്റ് ഫാനും അങ്ങനെ എല്ലാം വെച്ചിട്ട് നല്ല റെഡിയാക്കി വെച്ച ഒരു വീടാണ്. അപ്പോൾ ഇതവിടെ പോയി തന്നെ കാണാം. എല്ലാവർക്കും പോകാനുള്ള അവസരമുണ്ട്. എല്ലാവർക്കും പോയി കാണാം. അതിനൊന്നും ഒരു തടസ്സമില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പണി നടക്കുന്നത് ഇതാണ് കണ്ടങ്ങൾ. ഇത് എത്ര ഏരിയയിലുണ്ടെന്ന് നമ്മൾ അവിടെ പോയാലേ മനസ്സിലാവും. ഇതൊരു ചെറിയ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ 4 ഇരട്ടിയുണ്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. ചിലയിടത്ത് പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഈ മാതൃകാ വീട് നമുക്ക് എല്ലായ്പ്പോഴും കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ വീടിൻ്റെ പണി അവിടെ നടക്കുന്നത്. ഇത് കണ്ടില്ലേ, വീടിൻ്റെ അടിത്തറ ഇതുപോലെ കുഴിയൊക്കെ കുത്തി അവിടുന്ന് കോൺക്രീറ്റ് ഇട്ട് പൊന്തിച്ചിട്ടാണ്. നല്ല ക്വാളിറ്റി വർക്കാണ് അവിടെ നടക്കുന്നത്. ഹെവി വർക്കാണ്. 100 കണക്കിന് തൊഴിലാളികൾ നിന്ന് പണിയെടുക്കുക അവിടെ.